പി.വി. അൻവർ ശ്രമിക്കുന്നതും തൃണമൂൽ കോൺഗ്രസിലൂടെ UDF എത്താനാണ്. അല്ലാതെ തൃണമൂൽ കോൺഗ്രസ് വഴി എന്തായാലും NDA പോകാൻ പറ്റില്ല. ഇടതുപക്ഷത്ത് നിന്ന് ഇറങ്ങി അപ്പോൾ ഒരിടത്തു നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരിടത്ത് ചെന്ന് കയറുക എന്നതാണല്ലോ അതിനകത്ത് യുക്തിപരമായി നമുക്ക് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉത്തരം. അതുകൊണ്ട് UDF വാതിൽ തുറന്നു കൊടുക്കും. ആദ്യമൊക്കെ കുറച്ചൊന്ന് മസിൽ പിടിക്കും. കാരണം അവിടെ നിന്ന് ഇട്ടിട്ട് പോയതാണല്ലോ. KSU മുതൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന KSUSൽ പ്രവർത്തിച്ചു, യൂത്ത് കോൺഗ്രസിലുണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസിനൊപ്പം സംഘടനാപരമായി താഴെത്തട്ട് മുതൽ ചുമതലകളൊക്കെ വഹിച്ചിട്ടുള്ള ഒരു അൻവറാണ് കോൺഗ്രസിനെ ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തേക്ക് പോകുന്നത്, സ്വതന്ത്ര MLA ആയി നിൽക്കുന്നത്. അതിനു മുൻപ് ഏറനാട്ടിലടക്കം വലിയ രീതിയിൽ ചലനമുണ്ടാക്കുന്ന രീതിയിൽ ആദ്യത്തെ പെർഫോമൻസ് തന്നെ ഒരു ആദ്യമായി ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുമ്പോൾ കാണിക്കുന്നത് പോലെ തന്നെ ഒരു പവർ കാണിച്ച ഒരു നേതാവ് കൂടിയാണ് പി.വി. അൻവർ. മാത്രമല്ല ഇപ്പോൾ ഇടതുപക്ഷത്ത് നിന്ന് MLA സ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി വരികയാണ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു തൻ്റെ ഇടമായിട്ട് തന്നെ കരുതുമായിരിക്കാം UDF എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ എങ്ങനെയാണ്, മുസ്ലിം ലീഗ് ആരെയായിരിക്കും പിന്തുണയ്ക്കുക എന്ന ചോദ്യങ്ങളൊക്കെ വന്നല്ലോ. ഇവിടെ ആര്യാടൻ ഷൗക്കത്ത്, VS ജോയി, ഈ രണ്ട് പേരുകളാണ് ഇതുവരെ നിലമ്പൂർ മണ്ഡലത്തിൽ അൻവർ രാജിവെച്ചതിന് ശേഷം MLA സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ UDFൽ നിന്നുള്ള പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സായി ഉയർന്നു കേൾക്കുന്നത്. മറ്റാരുടെയും പേര് ഇതുവരെ ചർച്ചയ്ക്ക് വന്നിട്ടുമില്ല. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത്, VS ജോയി ഇവരെക്കാളും അൻവറിനെ തന്നെ നിർത്തിക്കൂടെ എന്ന ഒരു ചോദ്യവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയും ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ലീഗിൻ്റെ പിന്തുണ അതുണ്ടാവുകയാണെങ്കിൽ അൻവറിന് തന്നെ സ്ഥാനാർത്ഥിയാകാനായുള്ള വഴി തെളിയും.